പോരാത്തതിന് പൂർണിമ അവനെ അനിയനായിട്ട് ദത്തെടുത്തിരിക്കുകയല്ലേ. അതിന് നീ എന്തിനും ദേഷ്യത്തോടെ പറയുന്നത്? അവര് കിരണനെയും ദുർഗയും സഹായിക്കുന്നതിന് നിനക്ക് എന്തത്ര പ്രശ്നം? പ്രശ്നം എനിക്കല്ല, ആ ഇന്ദ്രപ്രസ്ഥ കുടുംബത്തിൽ തന്നെയാ. അവിടെയുള്ളവരെ തമ്മിൽ തല്ലിച്ച് കൊലയ്ക്ക് കൊടുക്കാനാ രണ്ടും കൂടി അവിടെ ചെന്ന് കേറിയത്. മറുപടി പറയണ അച്ഛാ. എടാ, ഇത് നിന്റെ അമ്മ അറിഞ്ഞാ ഇതുപോലെ പ്രശ്നം ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാ പറയാറുന്നത്. ഓ, അപ്പൊ എല്ലാം അറിയായിരുന്നു. വീട്ടിൽ പ്രശ്നമാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അച്ഛാ ചെയ്യാൻ പോയെ? അല്ല, ഇപ്പൊ എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ഞാൻ സഹായിച്ചിട്ട് നിങ്ങളോടൊക്കെ പറയായിരുന്നതോ, അതോ സഹായിച്ചത് കിരൺ ആയതുകൊണ്ടോ? അച്ഛൻ ഞങ്ങളെ മറിച്ച് സഹായിച്ചതും ആ സഹായിച്ച ആൾ കിരൺ ആയതും തെറ്റ് തന്നെയാ. ഇടാ, തെറ്റാണെങ്കിൽ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ഞാനെന്തോ കൊലപാതകം ചെയ്ത പോലാണല്ലോ അമ്മയും കൂടെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് എനിക്കറിയാം. എന്നെ ആരും ഭരിക്കാനും പഠിപ്പിക്കാനും മറണ്ട. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും ചെയ്യും. ഞാനും എന്റെ മകനും അതേക്കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ലല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അത് പറഞ്ഞ എന്നെ ടോർച്ചർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളെ ടോർച്ചർ ചെയ്തെന്നോ? നിങ്ങൾ എന്നോട് ചെയ്ത ദുഷ്ടത്തരത്തിന് ഞാനല്ലേ ഇല്ലാതാവേണ്ടത്? എടി, നീ എന്തെങ്കിലും ചെയ്പ്പോ. അപ്പൊ ഞാൻ ചത്ത പോലെ നിങ്ങൾക്ക് ഒന്നുമില്ലല്ലേ? പോയി ചാക് പോ. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. കാണിച്ചരാ നിങ്ങളെ. എന്റെ ശവം മാത്രമേ നിങ്ങൾ ഇനി കാണൂ. അമ്മേ, ഇല്ല, എനിക്ക് മതിയായി. ഈ നാണക്കേട് സഹിച്ചാൽ ജീവിക്കില്ല നീ. മോളെ, ചേച്ചി. ചന്ദ്ര, എടി, അവിടെ നിൽക്കാൻ. ചന്ദ്ര. ചെറിയമ്മേ. അമ്മേ, എന്താ ഈ കാണിക്കുന്നെ? പറഞ്ഞത് ചെറിയ ഞാൻ പറയുന്നത് കേക്ക്. ജീവിക്കട്ടെ. ചേച്ചി പറയുന്നത് കേക്ക്. ഓടാനാ പറഞ്ഞത്. ചന്ദ്ര, എടി, ആ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ ഞാൻ. അമ്മേ, എന്തുവാ ഇത്? എന്തിനാ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇവിടെ ഇല്ലല്ലോ. ഈ നിസ്സാര കാര്യത്തിനാണോ ചെറിയമ്മ ഇങ്ങനെ അവിവേകം കാണിക്കുന്നത്? നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. എന്റെ സ്ഥാനത്ത് എന്ത് ചിന്തിച്ച എന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. ഞാനൊരു ഭാര്യയാണ്. എന്റെ ഭർത്താവ് എന്നെ മറിച്ച് ഓരോന്നിങ്ങനെ ചെയ്ത അത് ഞാൻ എങ്ങനെ സഹിക്കും? ഞങ്ങൾ എല്ലാവരും അമ്മയുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എനിക്കറിയണം കിരൺ ഇങ്ങനെ ആരാ, എന്തിനാ അവനെ സഹായിച്ചത്? അമ്മേ, അതിനുള്ള മറുപടി കിട്ടിയില്ലെങ്കിൽ അമ്മേ ചന്ദ്രമതി ജീവിച്ചിരിക്കില്ല. അമ്മേ, 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 ഇങ്ങനെയൊന്നും പറയാതെ ഏട്ടത്തി. ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റി. പക്ഷേ അതെപ്പോഴും പറ്റണമെന്നില്ല. ശ്ശേ. ചന്ദ്ര, പ്ലീസ്, നീ എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ കിരണെ സഹായിച്ചത് വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമാ. അത് ഞാൻ വിശ്വസിക്കണോ? എടി, പൃഥ്വി, ഞാൻ അവന് രക്തം കൊടുത്തു എന്ന് അറിഞ്ഞാ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാ ഞാൻ ഒന്നും പറയാറുന്നത്. ഛേ. എനിക്ക് പ്രധാനം ഇവിടുത്തെ സമാധാനവും സന്തോഷം തന്നെയാ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുന്നീ. ചെറിയച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ ചെറിയമ്മേ, ഒന്ന് വിശ്വസിച്ചൂടെ, ഒന്ന് ക്ഷമിച്ചൂടെ? അശി, നീ ചെറിയമ്മയെ കൂട്ടിക്കൊണ്ടു പോ. അമ്മേ, അമ്മേ, വാ. എന്നേക്കമ്മ. ചന്ദ്ര, ഓ, വാ, നടക്കമ്മേ. ചെല്ല്. പൃഥ്വി, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ അച്ഛനാ. സ്വന്തം അച്ഛനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അച്ഛനെ മാറ്റി നിർത്തി സംസാരിച്ചൂടെ?
ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ശരി, നീ ചെല്ലാൻ നോക്ക്. ചെറിയച്ച വിഷമിക്കണ്ട ചെറിയച്ച, എല്ലാം ശരിയാവും. ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അവിടെ നടക്കുന്നതല്ലേ? ആ, ഇനിയിപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ? എന്നാ ശരി നാത്തൂനെ. ആരാ? വസുമതിയാണോ വിളിച്ചത്? അതെ. ആ, കിരണിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? ആ, അവരുടെ കാര്യങ്ങളാ പറഞ്ഞോണ്ടിരുന്നത്. അല്ല, കിരൺ എങ്ങനെയുണ്ട്? അവർക്കെന്ത് കുഴപ്പം? എന്ത് പറ്റിയാലും നോക്കാനും രക്ഷപ്പെടുത്താനും ഒരു കോടീശ്വരി കുടുംബം തന്നെ അവരുടെ കൂടെ ഇല്ലേ? പോരാത്തതിന് പൂർണിമ അവനെ അനിയനായിട്ട് ദത്തെടുത്തിരിക്കുകയല്ലേ? അതിന് നീ എന്തിനും ദേഷ്യത്തോടെ പറയുന്നത്? അവര് കിരണിനെയും ദുർഗയും സഹായിക്കുന്നതിന് നിനക്കെന്തത്ര പ്രശ്നം? പ്രശ്നം എനിക്കല്ല, ആ ഇന്ദ്രപ്രസ്ഥ കുടുംബത്തിൽ തന്നെയാ. അവിടെയുള്ളവരെ തമ്മിൽ തല്ലിച്ച് കൊലയ്ക്ക് കൊടുക്കാനാ രണ്ടും കൂടി അവിടെ ചെന്ന് കേറിയത്. ദേ നോക്ക്, കിരണോ ദുർഗയോ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. ഒരാളെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ അവരെ കൊണ്ട് സാധിക്കില്ല. ആരാ ഗിരിജ നിന്നോട് ഈ നുണയൊക്കെ പറഞ്ഞത്? അതോ നീ മനസ്സിൽ കഥയൊക്കെ ഉണ്ടാക്കി പറയാണോ? കഥയും കവിതയൊന്നും അല്ല. ആ വീട്ടിൽ കിരണും ദുർഗയും കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാ ഞാൻ പറഞ്ഞത്. രണ്ടുപേരും കൂടി എന്ത് കൂടോത്രം ചെയ്താണോ ആൾക്കാരെ മയക്കിയെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കിരണിനെയും ദുർഗയും ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് പൂർണിമയുടെ മാത്രം നിർബന്ധപ്രകാരമാണെന്ന് അറിയാലോ. ബാക്കി എല്ലാവർക്കും അവരോട് നല്ല ദേഷ്യമാണ്. അതിനിടയിൽ കിരണിന് ബ്ലഡ് കൊടുക്കാൻ ആരോടും പറയാതെ പൃഥ്വിയുടെ അച്ഛൻ മഹാദേവൻ ഹോസ്പിറ്റലിൽ പോയി. അത് അയാൾ അവിടെ ആരെയും അറിയിച്ചില്ല. പക്ഷെ പൃഥ്വി അത് കണ്ടുപിടിച്ച് വീട്ടിൽ വലിയ വഴക്കായി.